ബി.ജെ.പിയുടെ ദേശീയ കൗൺസിൽ അംഗവും പാലക്കാട് മുനിസിപ്പാലിറ്റി അംഗവും കൂടിയായിട്ടുള്ള എൻ ശിവരാജൻ റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഉപതെരഞ്ഞെടുപ്പ് വലിയ ഒരു സാധ്യതയായിരുന്നു. പക്ഷേ വലിയൊരു തോൽവിയാണ് ഇത്തവണ പാലക്കാട് ബി.ജെ.പിക്ക് നേരിടേണ്ടി വന്നത്. ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് എന്ന രീതിക്ക് എങ്ങനെയാണ് ഈ തോൽവി വിലയിരുത്തുന്നത്? ഈ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ കേരളത്തിൽ പാർട്ടിക്ക് മുന്നേറാൻ പറ്റില്ല. ഓരാജോവാലും നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലും വാങ്ങി വോട്ട് വാങ്ങാൻ കപ്പാസിറ്റി കഴിവുള്ള സ്ഥാനാർത്ഥികളോ നേതാക്കന്മാരോ ബി ജെ പിക്കില്ല. എന്നാലും പാലക്കാട് ഞങ്ങളുടെ അടിത്തറ തകർന്നിട്ടില്ല. പാലക്കാട് ഞങ്ങളുടെ അടിത്തറ ശക്തമാണ്. പക്ഷേ എങ്ങനെ പിന്നീട് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ പുറകോട്ട് വന്നത് എങ്ങനെയാണ്? അത് കണ്ട് പഠിക്കാൻ പോണല്ലോ. പഠിച്ചിട്ടില്ല, പഠിക്കട്ടെ. ഈ തുടർച്ചയായി ഒരേ സ്ഥാനാർത്ഥി തന്നെ വന്നതെല്ലാം നേതാക്കൾക്ക് അല്ലെങ്കിൽ പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിലൊരു എതിർവികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. പഠിക്കട്ടെ. ഞാൻ ആ കാര്യത്തിൽ ഇപ്പോൾ കിടക്കുന്നില്ല. പഠിക്കട്ടെ. ഈ സന്ദീപ് പോയത് ബുദ്ധിമുട്ടായിട്ടുണ്ടോ പാർട്ടിക്ക്? ബി ജെ പിക്ക് ആര് പോയാലും ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ മണ്ണ്, പാലക്കാട് മണ്ണെന്ന് പറഞ്ഞാൽ ദത്തോവ ടാങ്കടിയും അടൽ ബിഹാരി വാജ്പേയിയും ലാൽ കൃഷ്ണ അദ്വാനിയും ഒ രാജഗോപാലും കെ ജി മാരാരൊക്കെ ഉഴുതുമറിച്ച മണ്ണാണ്. ഈ മണ്ണിൻ്റെ കാവ്യ മണ്ണാണ്. ഈ മണ്ണിന് ഒരു കോട്ടും ഉണ്ടാവില്ല. പക്ഷേ ശിവരാജേട്ടൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ വന്നെങ്കിൽ ജയിക്കുമായിരുന്നു ആദ്യ ഘട്ടം മുതൽ തന്നെ പറയുന്നുണ്ട്. ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം എനിക്കില്ല. അന്ന് പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കും. അതിപ്പോൾ മാറിയല്ലോ. ഇനിയിപ്പോൾ ശോഭാ സുരേന്ദ്രൻ വരുവാണെങ്കിൽ ഈ ഫലമായിരുന്നില്ല, മറ്റൊരു ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. വിജയിച്ചിട്ടുണ്ടാവും. ഞാൻ അന്ന് പറഞ്ഞതിൽ തന്നെ ഉറച്ചു. ഞാൻ എൻ്റെ നിലപാടിൽ എപ്പോഴും മാറ്റം ഉണ്ടാവില്ല. രാഷ്ട്രീയ നിലപാടിൽ എനിക്കൊരു മാറ്റമില്ല. അതിൽ ഞാൻ പാർട്ടിയോട് അന്ന് പറഞ്ഞു. എന്നാൽ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചു. അയാൾക്ക് വേണ്ടി അവസാനം വർക്ക് ചെയ്തു. എനിക്ക് തിരഞ്ഞെടുപ്പിൽ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. എൻ്റെ ബൂത്തിൻ്റെ ഉത്തരവാദിത്തമാണ് തന്നത്. 59 നമ്പർ ബൂത്തിൻ്റെ. ആ ബൂത്തിൽ 80% വോട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഈ 10,000-ൽ പരം വോട്ടുകൾ ബി ജെ പിക്ക് നഷ്ടമാവുക പറയുമ്പോൾ വലിയ രീതിയിലൊരു തിരിച്ചടി തന്നെയല്ലേ? അതൊക്കെ മാറുന്നത് 2016-26 അതൊക്കെ ഞങ്ങൾ മാറ്റിയെടുക്കും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിജയിച്ചിട്ടുള്ള നിയുക്ത MLA ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ളത് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കുക, മുനിസിപ്പാലിറ്റി ഭരണം കോൺഗ്രസ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ടയിൽ പോയി പറഞ്ഞാൽ മതി. ഇവിടെ പറയണ്ട. അതൊന്നും നടക്കില്ല. കോൺഗ്രസിന് എല്ലാ നേതാക്കളും അടുത്ത ലക്ഷ്യം പാലക്കാട്ടേക്ക് ഇറങ്ങുന്നത്. വന്നോട്ടെ. രാഹുൽ ഗാന്ധിയോ ഇന്ദിരാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധി കെ കരുണാകരനും AK ആൻ്റെയൊക്കെ ഇവിടെ വന്ന് റൂം നമ്മൾ എടുത്തു കൊടുക്കുക. താമസിച്ചോട്ടെ. പാലക്കാട് പിടിക്കാൻ പറ്റില്ല. അത് ഞങ്ങൾ പിടിച്ചോളും. പക്ഷേ ഇത്തരത്തിൽ മുനിസിപ്പാലിറ്റി വലിയ വോട്ട് കുറഞ്ഞിട്ടുണ്ടല്ലോ ബി ജെ പിക്ക്. ഇത് അസംബ്ലി നിയമസഭാ ഇലക്ഷനാണ്. മുനിസിപ്പൽ ഇലക്ഷൻ വരുമ്പോൾ അതൊരു രീതി പറയുന്നത്. ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ വേറെ രീതിയാണ്. മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ 50 കൊല്ലം പാലക്കാട് നഗരസഭ ഭരിക്കുക. 50 കൊല്ലം കൊണ്ട് രാഹുൽ മാങ്കൂട്ടം നോക്കിയാൽ മതി. അതായത് ഈ സ്ഥാനാർത്ഥിയെ നിർത്തിയത് നിങ്ങളുടെ ആരുടെയും താല്പര്യം കൊണ്ടല്ല എന്നുള്ളത് ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്? അല്ലല്ല, അതൊക്കെ തീരുമാനം കഴിഞ്ഞാൽ കഴിയും. തീരുമാനത്തിന് മുമ്പ് പറയും. തീരുമാനം കഴിഞ്ഞാൽ പാർട്ടി തീരുമാനമാണ് എൻ്റെ തീരുമാനം. ഇനിയിപ്പോൾ എന്തായാലും ഈ തോൽവി വിലയിരുത്തിയതിനു ശേഷം കൂടുതൽ നടപടികൾ എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ട്? കൂടുതൽ നടപടി. ബി ജെ പിക്ക് അടിത്തട്ടിൽ ഒരു ക്ഷീണവുമില്ല. മേൽക്കൂരയിൽ കുറച്ച് ക്ഷീണങ്ങളുണ്ട്. മേൽക്കൂരയൊക്കെ മാറ്റി അടിത്തട്ടെല്ലാം ക്ലിയറാക്കി, കാരണം പ്രവർത്തിക്കാത്ത ആൾക്കാരെ നമ്മൾ ഉൾപ്പെടുത്തി സംഘടനാ പ്രവർത്തനം ശക്തമാക്കി അടുത്ത മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ്, അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് പാലക്കാട് കാവിക്കടലാക്കാനുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ നടത്തും. ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് മേൽക്കൂര മാറ്റി പണിയാൻ തന്നെയാണ് അതൊക്കെ നേതൃത്വം തീരുമാനിക്കണം. ഞാനല്ല, എനിക്കതിലൊന്നും അധികാരമില്ല. മേൽക്കൂരയ്ക്ക് ക്ഷീണമുണ്ട്. ആ അടിത്തട്ടിൽ ഒരു ക്ഷീണമില്ല. അടിത്തട്ട് വളരെ ശക്തമാണ്. എൻ്റെ ബൂത്തിലേക്ക് 80% വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ മുനിസിപ്പൽ ഇലക്ഷൻ നിൽക്കുമ്പോൾ ഞാൻ നിസ്സാര വോട്ടിനാണ് ജയിച്ചത്. 575 വോട്ടാണ് കിട്ടി. എൻ്റെ വാർഡിൽ 4 ബൂത്തിനുള്ളിൽ 1300 വോട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ശക്തമാണ്. അതായത് ഈ മൂത്താന്തരയിലൊക്കെ ഇന്നേ വരെ കോൺഗ്രസിന് കിട്ടാത്ത രീതിയിലുള്ള വോട്ടുകൾ കിട്ടി. അതൊക്കെ സന്ദീപ് കാരണമാണെന്നുള്ള തോന്നലുണ്ടോ? മൂത്താന്തരയിലൊന്നും കോൺഗ്രസിന് എവിടെയാണ് വോട്ട് കിട്ടിയിരിക്കുന്നത്? ആ പരമ്പരാഗതമായി കിട്ടുന്ന വോട്ട് നിങ്ങൾക്കൊന്നും അറിയാതെയാണ്. നിങ്ങൾ കോഴിക്കോട് അവിടെ നിന്ന് വന്ന് ഇവിടെ ചാനൽ പ്രവർത്തനം ചെയ്യുന്നവരാണ്. നിങ്ങൾക്കറിയില്ല. മൂത്താന്തരയിൽ നിന്ന് കോൺഗ്രസ് കാലാകാലമായി കിട്ടുന്ന വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾ ബി ജെ പി വടക്കന്തറയിൽ ബി ജെ പി എന്ന് പറഞ്ഞാൽ, മൂത്താന്തരയിൽ ബി ജെ പി പറഞ്ഞാൽ ഇപ്പോഴുള്ള ഞങ്ങളൊന്നും ഉണ്ടാക്കിയതല്ല. അവിടെ വടക്കന്തര വന്ന ബി ജെ പിയുടെ പ്രമുഖ നേതാക്കന്മാർ സുന്ദരമേനോനും തറവനാട്ട് കുടുംബവും, അത് ചിന്നപ്പൻ നായർ പറഞ്ഞ പഴയ സാധാരണ പാവപ്പെട്ട പ്രവർത്തകരുണ്ടാക്കിയ സംഘടന, ആത്മധൈര്യവും തൻ്റെ ഇടവും ആത്മാർത്ഥയും സത്യസന്ധതയുള്ള തൻ്റെ ഇടത്തോടുണ്ടാക്കണം വടക്കന്തറ. മൂത്താന്തര എന്ന് പറഞ്ഞാൽ ആർ പഴനിക്കുട്ടിയും അപ്പുക്കുട്ടിയും രാമേട്ടനും അതുപോലുള്ള ദീനദയാൽജി അടക്കം
ഗുരുജി ഗോൾവാൾക്കാർക്കും പാരസ്പര്യമേറ്റ മണ്ണാണ് മൂത്താന്തറ. ആ മണ്ണിൽ നിന്നൊന്നും കോൺഗ്രസ്സിനോ LDFനോ ഒരു തരി മണ്ണെടുക്കാൻ പറ്റില്ല. അതൊക്കെ ഈ ചായയിൽ ചായപ്പൊടി ഇട്ടാൽ ചായ ആവില്ല, പാലിൽ ചായപ്പൊടി ഇട്ടാൽ അത് വേർതിരിക്കാൻ ലോകത്ത് ആർക്കെങ്കിലും സാധിക്കുമോ? അതുപോലെയാണ് മൂത്താന്തറയും വടക്കന്തറയും RSSോട്. അത് വേർതിരിക്കാൻ ആർക്കും സാധ്യമല്ല. അവിടെ വോട്ടൊന്നും കൂടിയിട്ടില്ല കോൺഗ്രസ്സിന്. ആര് പറഞ്ഞത്? ദേശാഭിമാനി കൈരളി TV നിങ്ങളാരും TV പറഞ്ഞാൽ വിശ്വസിക്കാൻ പൊട്ടനല്ല. വോട്ട് കഴിഞ്ഞ തോട്ടിത്തോട് 2-3 വോട്ട് കൂടും സാധാരണ സ്വാഭാവികമാണ്. അതൊന്നും സാരമില്ല, അതൊന്നും നിങ്ങൾക്ക് തകർച്ചയില്ല. മേൽക്കൂരയിൽ വന്നിട്ടുള്ള ചില ഒരു പാളിച്ചയാണ് ഇത്തരത്തിൽ ഈ ഒരു തോൽവിക്ക് കാരണം അല്ലേ? ഉയർന്ന തോൽവിയൊന്നുമില്ല. ഇത് ബൈ ഇലക്ഷനൊക്കെ ഇങ്ങനെയുള്ള തോൽവികളുണ്ടാവില്ല. അതൊന്നും പ്രശ്നമില്ലാന്ന്. നിങ്ങളൊന്നും ബേജാറാണ്ട. ഞങ്ങളതൊക്കെ ഉഴുതുമറിച്ചോളാം. ഉഴുതുമറിച്ച് ഞങ്ങൾ ജയിച്ചോളാം. ഇതാണ് BJP നേതാവായിട്ടുള്ള N ശിവരാജൻ. അദ്ദേഹത്തിൻ്റെ ഈ BJP ആയിട്ടുള്ള ഈ ഒരു തോൽവിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുകയായിരുന്നു. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ. ഇൻ റിപ്പോർട്ടർ പാലക്കാട്.